മുതൽ ഇന്ന് വരെ കൃത്യമായ ഒരു ആദർശം കേരള സമൂഹത്തോട് തുറന്നു പ്രഖ്യാപിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരിക്കലും തഖിയ്യത്തില്ല. പുറത്തൊന്നും അകത്ത് വേറൊന്നും എന്ന നിലപാട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങൾ, മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിക്കുന്ന ആചാരങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ വിശദീകരിച്ച കാര്യങ്ങളാണ്. പുതുതായി ഒരു ഗവേഷണം നടത്തി ആരും പറയാത്തത് പറയുക, ആരും കേൾക്കാത്തത് അവതരിപ്പിക്കുക എന്ന നിലപാട് മുജാഹിദുകൾക്കില്ല. എല്ലാവരും കേട്ടതും കേൾക്കേണ്ടതുമായ ജീവിതത്തിൽ പകർത്തേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആരുടെയും മുഖം നോക്കാതെ, വളച്ചുകെട്ടാതെ, നേർക്കുനേരെ ജനമനസ്സുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന മഹത്തായ ദൗത്യമാണ് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു നിലപാട് മുജാഹിദുകൾ സ്വീകരിക്കുമ്പോൾ പലർക്കും അത് അരോചകമായി അനുഭവപ്പെട്ടേക്കാം. അത് ഒരു അസ്വാഭാവികമായ ഒരു കാര്യമല്ല. ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യർ അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാർ പോലും ജനങ്ങൾക്കിടയിൽ വന്ന് വിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങൾ വിശദീകരിച്ചപ്പോൾ സമൂഹത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഭിന്നിപ്പുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ മക്കയിലെ മുശ്രിക്കുകൾ ആരോപിച്ച ഒരു ആരോപണം തന്നെ, മുഹമ്മദേ നീ ഫറഖ്ത ജബഅതന, ഞങ്ങളുടെ ഐക്യം തകർത്തു എന്നതാണ്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിലെ മുശ്രിക്കുകൾ നീ ഞങ്ങളുടെ ഐക്യം തകർത്തു എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പ് മക്കയിലെ ജനങ്ങൾക്ക് വല്ല ഐക്യവും ഉണ്ടായിരുന്നോ? ഇല്ല. ഔസ് ഗോത്രവും ഖദ്റജ് ഗോത്രവും 2 നൂറ്റാണ്ട് കാലം നിരന്തരമായി പോരടിച്ചവരാണ്. 200 കൊല്ലക്കാലം നിരന്തരമായ പോരാട്ടത്തിന് ശേഷം ഔസ് ഗോത്രത്തിന്റെയും ഖദ്റജ് ഗോത്രത്തിന്റെയും തലവന്മാരോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ പരസ്പരം പോരടിച്ചത്, 2 നൂറ്റാണ്ട് കാലം യുദ്ധം ചെയ്തത് എന്ന്. ആ സമയത്ത് അവർ നൽകിയ മറുപടി, അപ്പുറത്തെ ഗോത്രത്തിന്റെ അധീനതയിൽപ്പെട്ട ഒരു ഒട്ടകം ഞങ്ങളുടെ ഇപ്പുറത്തെ ഗോത്രത്തിലേക്ക് കടന്നിട്ട് ഞങ്ങളുടെ അധീനതയിലുള്ള ജലാശയത്തിൽ നിന്ന് ആ ഒട്ടകം വെള്ളം കുടിച്ചു. ആ പേര് പറഞ്ഞുകൊണ്ട് 200 കൊല്ലക്കാലം പരസ്പരം പോരടിച്ച മുശ്രിക്കുകളായ ആളുകൾ മുഹമ്മദ് നബിയോട് പറയുകയാണ്, ഫറഖ്ത ജമാഅതന, നീ ഞങ്ങൾക്കിടയിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ ഐക്യം തകർത്തു. ഐക്യം ഉണ്ടായിട്ട് വേണ്ടി തകരാൻ. അവിടെ ഐക്യം ഉണ്ടായിരുന്നോ? ഇല്ല. ഇതുപോലെ ലോകത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആദർശങ്ങൾ കൃത്യമായി മുജാഹിദ് പ്രസ്ഥാനം ആരുടെയും മുഖം നോക്കാതെ, ആരുടെയും അഭിപ്രായം സ്വീകരിക്കാതെ, അഭിപ്രായം മാനിക്കാതെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞ ആരോപണവും മുജാഹിദുകളെ നിങ്ങൾ ഞങ്ങളുടെ ഐക്യം തകർത്തു എന്നാണ്. ഞാനിത് വെറുതെ പറയുകയല്ല, നേരെ മറിച്ച് ആ പറഞ്ഞവർ തന്നെ അത് പറയട്ടെ. സ്വഹാബത്ത് നമുക്ക് കൈമാറിത്തന്ന ദീൻ കേരളത്തിൽ നീണ്ട 13 നൂറ്റാണ്ട് കാലം അഭംഗുരം നിലനിന്നു എന്നത് ചരിത്രപരമായ ഒരു വസ്തുത മാത്രമാണ്. 1920കളിൽ മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വരുന്നത് വരെ ആദർശ രംഗത്ത്
ആശയരംഗത്ത് അടിസ്ഥാനപരമായ എന്തെങ്കിലും ഒരു ഭിന്നത കേരളീയ മുസ്ലിം സമൂഹത്തിൽ ഉടലെടുത്തതായി ചരിത്രം എവിടെയും രേഖപ്പെടുത്തുന്നില്ല. നീണ്ട 13 നൂറ്റാണ്ടുകാലത്തെ കേരളീയ മുസ്ലിം സമൂഹം സുന്നത്ത് ജമാഅത്തിന്റെ വിശുദ്ധമായ ആശയങ്ങളും ആചാരങ്ങളും യാതൊരു ഭംഗവും കൂടാതെ കൃത്യമായി പകർത്തിപ്പോരുന്നവരായിരുന്നു.